സ്ഥിതിയും ദൃഷ്ടിയും കൊണ്ടുള്ള ദോഷങ്ങളാണ് വിഷയം. ഇവിടെ കൂടുതൽ പറഞ്ഞത് ഭാര്യാമരണം. വൈദഗ്ധ്യം എന്ന് പറയുന്നതിന് ഭാര്യ മരിക്കണമെന്നില്ല. അതുപോലെ പുരുഷജാതകത്തില് സ്ത്രീ ജാതകത്തില് 7-ാം ഭാവം പുരുഷൻ. വൈദഗ്ധ്യം എന്ന് പറഞ്ഞാല് മരിച്ചിട്ട് തന്നെ വിയോഗം വരണമെന്നില്ല. വിഭവമാണ്. ഭവം എന്ന് പറഞ്ഞാൽ ദാമ്പത്യത്തിലുള്ള ഒരവസ്ഥ, അതില്ലാതായത് എന്നുള്ളതുള്ളൂ. പിരിഞ്ഞിരിക്കുന്നതിന് അല്ലാതെ ഭാര്യ ഒരാളെ വിവാഹം ചെയ്തുകൊണ്ട് ഭാര്യ മരിക്കുന്നില്ല. ജാതകത്തിൽ അതുണ്ടെങ്കിൽ മാത്രമേ മരിക്കുള്ളൂ. ഇവിടെയും നമ്മൾ നേരത്തെ ഭാവചിന്താവിദ്യയിൽ പറഞ്ഞതുപോലെ ഒന്ന് ഭാവം, ഒന്ന് ഭാവാധീനൻ, ഒന്ന് കാലഘട്ടം. ഇതിനെ മൂന്നിനെയും നോക്കണം. ഭാവമധ്യസ്ഥിതി. 7-ാം ഭാവത്തിന് 2 വശത്തും ഭാവഗ്രഹങ്ങൾ ഉണ്ടാകുക. 7-ാം ഭാവത്തിൽ ഭാവഗ്രഹം നിൽക്കുക. ഭാവാധിപൻ നിൽക്കുന്നവർക്കും ഭാവമധ്യസ്ഥിതി ഉണ്ടാകുക. ശുഭദൃഷ്ടി ഇല്ലാതിരിക്കുക. പിന്നെ ഈ ഭാവാധീനൻ കാലഗ്രഹം ശുക്രൻ ഭാവമധ്യസ്ഥിതി വരിക. ശുക്രന്റെ 4, 8 എന്ന ഭാവങ്ങളില് ഭാവഗ്രഹങ്ങൾ വരിക. പവയത്തൽ ബന്ധുമുക്തിവേദനവേദൽ ത്രികോണസ്വേർവാക്യ ഭാവയ്ക്ക് ഹാനി. അങ്ങനെ ഒരു ഹാനി ഉണ്ടെന്നാണ് നോക്കുന്നത്. ഏത് ഭാവത്തിൽ നിന്നതുകൊണ്ട് മാത്രം വൈദ്യുതിയൊന്നും വരികയില്ല. ശുഭനിൽ നിന്നാലും വൈദ്യുതി വരും. കർക്കടയിലാണെങ്കിൽ കർക്കട ലഗ്നത്തിന് ഏത് വേറെ നിൽക്കുകയാണെങ്കിൽ അത്